മിക്സഡ് വെജിറ്റബിൾ ചില്ലി ബോൾസ് ആട്ടെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ഡിഷാട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രജിഷാമലി. എല്ലാവർക്കും സിമ്മീസ് നാരൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് 1.5 കപ്പ്, ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞത് 1.5 കപ്പ്, 2 പച്ചമുളക് കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, 20 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നല്ലപോലെ ഞെരടി തന്നെ ഒന്ന് കുഴയ്ക്കാം കേട്ടോ. അപ്പോഴേ ഇതൊന്ന് സോഫ്റ്റ് ആവുള്ളൂ. ആയിട്ട് ഞെരടിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് 2 സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം, അല്ലെങ്കിൽ കൂവപ്പൊടി അല്ല ആരോറൂട്ട് ഉണ്ടല്ലോ അത് ചേർത്താലും മതി കേട്ടോ. 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കാം. ഇങ്ങനെ ബൈൻഡ് ചെയ്യാൻ കിട്ടുന്ന വരെ നമുക്കൊന്ന് മൈദപ്പൊടി ചേർക്കണം കേട്ടോ. ഇത് നമുക്കൊന്ന് കയ്യിൽ പിടിച്ചിട്ടൊന്ന് ഉരുട്ടാൻ കിട്ടണം. ആ ഒരു പരുവത്തിലാണ് ഇതിലേക്ക് ഇനി മൈദപ്പൊടി ചേർക്കേണ്ടത് കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കുറച്ചും കൂടെ മൈദപ്പൊടി ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 5 സ്പൂണാണ് ചേർത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത് മതി കേട്ടോ. അത് നല്ല കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ ഇട്ട് നോക്കുക. എന്നിട്ട് ആദ്യം കോൺഫ്ലോർ എന്തായാലും 2-3 ടേബിൾ സ്പൂൺ ഇടുക. അതിനുശേഷം മൈദപ്പൊടി കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്ത് വെച്ചാൽ മതി. ഈ ഒരു പരുവത്തിൽ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കയ്യിലെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ചെറിയ ബോൾസ് ആയിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഒരുപാട് വലുതാകണ്ട, നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കി എടുത്ത് വെച്ചാൽ മതി. ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഒന്ന് പതുക്കെ ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പതുക്കുന്നത് മുട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇളകി വരാനായിട്ട് ഒന്ന് ആക്കി കൊടുക്കും. ഇട്ടതിന് ശേഷം ഇത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം കേട്ടോ. അല്ല ഹൈ ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് പുറം മാത്രമേ വേഗത്തുള്ളൂ, ഉൾവശം വേഗത്തില്ല. നന്നായിട്ട് മൂത്തിട്ടുണ്ടേ. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ സോസ് ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കാം കേട്ടോ. അതിലേക്ക് നേരത്തെ ബോൾസ് വറുത്തല്ലോ ആ എണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ എണ്ണയിലേക്ക് 5 വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞത്, സ്പ്രിംഗ് ഒണിയൻ കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, കുറച്ച് വെള്ളം, തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്താണ് അത് ഇതിലേക്ക് ഒഴിക്കാം. ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ തിളയ്ക്കുമ്പോൾ ഇതൊന്ന് കുറുകി വരും. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരിക്കുക കേട്ടോ. സോസ് നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കേട്ടോ.
ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് യോജിപ്പിക്കാം. കുറച്ച് സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ, ഒരുപാട് പൊടിയല്ല, കുറച്ച് വലിപ്പമുണ്ട്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.